ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രുതി AR, പീഡിയാട്രീഷ്യനാണ്. വെരി ബിഗ് ഹൈ ടു ഓൾ ദ വണ്ടർഫുൾ പാരൻസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ആദ്യമായിട്ട് കുളിപ്പിക്കുമ്പോൾ ഉള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അതാണ് കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ബാത്തിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മൾ എന്ന് വെച്ചാൽ നവജാത ശിശുക്കളെ നിങ്ങൾ കുളിപ്പിക്കുമ്പോൾ കാര്യമാണ് ഞാൻ പറയുക. എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞുങ്ങളെ നമ്മൾ യൂഷ്വലി പൊക്കിൾക്കൊടി വീഴുന്നതിന് ശേഷമാവും കുളിപ്പിക്കുക. യൂഷ്വലി പൊക്കിൾക്കൊടി വീഴാൻ എത്ര സമയം എടുക്കും? ഏകദേശം ഒരാഴ്ച തൊട്ട് 10 ദിവസത്തിനുള്ളിൽ പൊക്കിൾക്കൊടി വീഴുന്നിട്ടുണ്ടാവും. അതുവരെ കുഞ്ഞുങ്ങളെ നമുക്ക് വൃത്തിഹീനമായിട്ട് വെക്കാൻ പറ്റില്ലല്ലോ, ഉറപ്പായിട്ടും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുഞ്ഞുങ്ങളെ തുടച്ചെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഡിസ്ചാർജ് ആയൊക്കെ പോയിട്ടായിരിക്കും പൊക്കിൾക്കൊടി വീഴുക. അപ്പോഴും നമ്മൾ വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളിലെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന എബിലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവർക്ക് പെട്ടെന്ന് അവരുടെ ബോഡിയുടെ താപനില താഴ്ന്നു പോകും. അഥവാ അതിന്റെ പേരാണ് ഹൈപ്പോതെർമിയ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുളിപ്പിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ്ലി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന റൂം എപ്പോഴും നല്ല വാം ആയിട്ടുള്ള റൂമായിരിക്കണം. ഒരിക്കലും ഒരു AC ഉള്ള റൂമിൻ്റെ അകത്തൊന്നും വെച്ച് കുഞ്ഞുങ്ങളെ ബാത്തബിൽ വെച്ച് കുളിപ്പിക്കാൻ അറ്റംപ്റ്റ് ചെയ്യരുത്. കയ്യിൽ വെച്ചാണ് ബാത്തബിൽ വെച്ചാണ് എങ്ങനെയാണ് കുളിപ്പിക്കുന്നത് വഴിയും നല്ല വാം ആയിട്ടുള്ള മുറിയിൽ വെച്ച് വേണം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ. അതാണ് ഫസ്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കുളിപ്പിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നമ്മുടെ താപനില, നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചറുമായിട്ട് ഈക്വലന്റ് ആയിട്ടുള്ള ഏകദേശം സെയിം ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ ആയിരിക്കും. ഒരിക്കലും കൂടാനോ കുറയാനോ പാടില്ല. ഏകദേശം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു 37 to 37.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചർ. ഇത് നമുക്ക് എങ്ങനെയാണ്, ഒരു തെർമോമീറ്റർ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മളിത് നോക്കുക? നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ആൾ ആരായാലും അവർക്ക് കുഞ്ഞുങ്ങളെ ടെമ്പറേച്ചർ ഉറപ്പുവരുത്താനായിട്ട്, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഉറപ്പുവരുത്താനായിട്ട് കൈ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് ടെമ്പറേച്ചർ ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പം കൈ ഇമേഴ്സ് ചെയ്ത് നോക്കുക, അത് ടോളറബിൾ ആണോ എന്ന് നോക്കുക, എന്നിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പോതെർമിയ വരാതിരിക്കാനായിട്ട്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങളെ അധിക നേരം വെള്ളത്തിൽ കുളിപ്പിക്കാനാണെങ്കിലും കിടത്തരുത്. എത്ര നേരം വരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം? ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. 10 മിനിറ്റ് ആണ് മാക്സിമം, അതിൽ കൂടുതൽ കുളിപ്പിക്കാൻ പാടില്ല. കാരണം ഇത് മാത്രമല്ല, ഒരു റീസൺ കുഞ്ഞുങ്ങളുടെ ടെമ്പറേച്ചർ താഴ്ന്ന് ഹൈപ്പോതെർമിയ വരുന്നുള്ളതാണ്. രണ്ടാമത്തെ വേറൊരു പ്രധാനപ്പെട്ട റീസൺ എന്താണ്? കുഞ്ഞുങ്ങൾക്ക് ഓവർ ഹൈഡ്രേഷൻ വന്നാൽ എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങളുടെ സ്കിന്ന് വളരെ ഫ്രജൈലാണ്, അല്ലെ? വളരെ മൃദുലമായിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഇഞ്ചുറിക്കുള്ള പോസിബിലിറ്റി കൂടുതലാക്കുന്നു. സ്കിന്ന് ഇഞ്ചുറിക്കുള്ള പോസിബിലിറ്റി കൂടുതലാക്കുന്നു. അപ്പം ഇത് വേറൊരു റീസൺ ആണ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വേറൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ, ചിലര് കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചായിരിക്കും കുളിപ്പിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചിലർ ബാത്തബ് യൂസ് ചെയ്യും, അല്ലെ? ഇപ്പൊ ബാത്തബാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? കുളിപ്പിക്കുമ്പോൾ എപ്പോഴും എടുക്കുന്ന വെള്ളത്തിന്റെ ഡെപ്ത് എത്രയായിരിക്കും? 5 സെന്റിമീറ്ററോ അതിൽ താഴെയോ അളവിൽ മാത്രമേ വെള്ളം എടുക്കാവൂ. ഇപ്പൊ ഈ സെന്റിമീറ്റർ കണക്കൊന്നും നോക്കാൻ പറ്റില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കുഞ്ഞുങ്ങളുടെ ഇടുപ്പറ്റം, അതായത് ഹിപ്പ് വരെയുള്ള അളവിൽ മാത്രമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ബാത്തബ് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ബാത്തബിന്റെ കൂടി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും ബാത്ത് ടോയ്സ് ഒക്കെ കാണും. ഈ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ബാത്ത് ടോയ്സ് ഒക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ, അവരെ കളിപ്പിച്ച് കുളിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാത്തബും ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാത്ത് ടോയ്സും ആയിക്കോട്ടെ, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഓരോ സോഴ്സസ് ആണ്, അല്ലെ? അപ്പം ഇൻഫെക്ഷൻ വരാതിരുന്നാലല്ലേ നമ്മുടെ പൊന്നോമക്ക് എപ്പോഴും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊന്നോമനകളെ നമുക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ? അപ്പം ഇതെല്ലാം സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിരിക്കണം. ഇത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വേറൊരു കാര്യം എന്താണ്? കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന എന്ത് വെച്ചാണ് കുളിപ്പിക്കുക, അല്ലെ? ക്ലെൻസേഴ്സ് ആണോ സോപ്പാണോ? എപ്പോഴും ബേബി വാഷസ് അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം സോപ്പുകൾ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന്റെ, തൊലിയുടെ pH-നെ ഓൾട്ടർ ചെയ്യുന്നു, അല്ലെ? സാധാരണഗതിയിൽ എപ്പോഴും സോപ്പുകളുടെ pH ഒരു ആൽക്കലൈൻ pH ആയിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ക്ലെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രൽ pH വരുന്ന രീതിയിലുള്ള ക്ലെൻസേഴ്സോ അല്ലെങ്കിൽ അതേപോലെ വരുന്ന രീതിയിലുള്ള സോപ്പോ, മൈൽഡ് ആയിട്ടുള്ള ബേബി സോപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
കുഞ്ഞുങ്ങളുടെ ഈ pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ pH ഓൾട്ടറേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? സ്കിന്നിന്റെ പുറത്തുള്ള ഈ നോർമലി ഉള്ള എപ്പിഡെർമിസിന് ഡിസ്റപ്ഷൻ വരികയും അങ്ങനെ ബാരിയർ ഒക്കെ പോയിട്ട് ഇഞ്ചുറി ഒക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതൊരു റീസൺ. അല്ലാണ്ട് വേറൊന്ന്, നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഉണ്ട്, അതും നഷ്ടപ്പെട്ടു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇത് രണ്ടും കാരണമാണ് നമ്മൾ മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങളെ ക്ലെൻസേഴ്സ്, അതും കുഞ്ഞുങ്ങളുടെ pHന് മാച്ച് ആവുന്ന വളരെ മൈൽഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞിനെ എന്ത് ചെയ്യണം? തുടച്ചെടുക്കുക അല്ലേ? തല തൊട്ട് കാൽ വരെ വളരെ മൃദുലമായിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ഫ്രഷ്, നല്ല വൃത്തിയുള്ള ഒരു ടവലോ തുണിയോ വെച്ച് കുഞ്ഞിനെ തല തൊട്ട് കാല് വരെ തുടച്ചെടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. I hope you understood and I was able to convey the message. Take care. Bye bye. Please do like, share, subscribe, follow for more such videos.